എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കടൽ കാണാൻ വരുന്നു എന്ന് പറഞ്ഞ ഒരു ആവേശം. എത്ര പ്രാവശ്യം വന്ന് കണ്ടിട്ട് പോയാലും ഇവിടെ നിൽക്കുന്ന ഒരു ഭയങ്കര രസമാണ്. സന്തോഷമായാലും സങ്കടമായാലും ഒക്കെ എപ്പോഴും നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സിംബോളിക് കാര്യമാണ് കടൽ എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് എനിക്ക് ഭയങ്കര ഭയപ്പെടലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് ഈ കടലിൽ നിന്ന്. ഇവിടെ വലിയ തീരുമാനം അടിക്കുന്നില്ല, ചെറുതായിട്ടൊക്കെ വന്ന് പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് ഇറങ്ങുവാണല്ലോ. എന്നാലും എനിക്ക് തീരെ ഭയങ്കര പേടിയാണ്. അത് സത്യമാണ്. ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉള്ളൂ. ഇതൊന്ന് ഭീകരാന്തരീക്ഷം ആവുന്നൊന്ന് ഓർത്ത് നോക്കി. ഭീകരമായിട്ട് ചിന്തിക്കുന്നോണ്ടാ. കടലിന്റെ തിരമാലകളെ അല്ലെങ്കിൽ കടൽ തീരം നമുക്ക് ചില നല്ല ഉപദേശം തരുന്നു. യേശു തന്റെ പരിശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ കടൽ തീരത്തും കടലിലും ഒക്കെ. അതിലൂടെ മനുഷ്യനോട് ചില ഉപദേശങ്ങൾ പറയാണ്. ഇപ്പൊ നിങ്ങളെ ജെറിന് ഏറ്റവും കൂടുതൽ പേടി തിരയാണ്. അത് ജീവിതത്തിൽ ചില കൂട്ടുകാർ നഷ്ടപ്പെട്ടതും ഒക്കെ ആകാം. എന്നാൽ ഈ തിര നമുക്ക് തരുന്ന ഒരു വലിയ ഉപദേശമാണ്. ഒന്ന്, ഈ കടലിന്റെ തിര ഒന്ന് വന്നാൽ പിന്നെ ആ തിര വരുന്നില്ല. അതായത് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ല, മറ്റൊരു പ്രശ്നമാണ്. അതായത് ജീവിതത്തിലുടനീളം പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു തിരയും ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും വലിയ തിര അവിടെ നിന്ന് വരുന്നു, എന്നാൽ ഇവിടെ വരുമ്പോൾ അത് ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ മടങ്ങിപ്പോകും. നമ്മൾ അതുകൊണ്ട് അവിടോട്ട് നോക്കി ആ ഭാഗത്തൊക്കെ പാറക്കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്, വലിയതായിട്ട് അടുക്കിയിട്ടെങ്കിലും. അവിടെ ഒരു പാറയുണ്ട്. എത്ര വർഷങ്ങളായതാണ്, എന്തുമാത്രം തിരകൾ വന്നതാണ്. പക്ഷെങ്കിൽ ആ തിരക്ക് ആ പാറയൊന്നും ചെയ്യാനായിട്ട് അത് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നോമ്പ് കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ നിരന്തരമായി നമുക്കുണ്ടാവും, പ്രതികൂലങ്ങൾ നിരന്തരമായി നമുക്കുണ്ടാവും. അത് തിര പോലെ വരുമ്പോഴും ഓർത്തോണം, നമ്മളൊരു പാറ പോലെ നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ്. യേശു തന്റെ ശിഷ്യന്മാരെ കടൽ തീർത്തു എന്നാണ് വിളിക്കുന്നത് കൂടുതൽ ആൾക്കാരെ. ഇതിനാണ് ഈ ഉറപ്പുള്ളവരാണ്. നമുക്കും അതുപോലെ ഒരു ഉറപ്പുള്ള വിശ്വാസം ഉണ്ടാകണം. അതുപോലെ ഈ കടലിന്റെ തിര എപ്പോഴും ഭൂമിയെ പറ്റാനാകുന്നു. നമുക്ക് ഇതുപോലൊരു ആഗ്രഹം വേണം, എപ്പോഴും തീരത്തേക്ക് എത്താൻ, തമ്പുരാന്റെ സന്നിധിയിലേക്ക് എത്താൻ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ചേർത്ത് വെക്കാൻ ആഗ്രഹം കൊണ്ടാണ്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അതാണ് പ്രാർത്ഥനയും ഉപവാസവും നോമ്പും എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ നോമ്പുകാലം തമ്പുരാനോട് ചേർന്ന് നിൽക്കാനും പ്രതികൂലങ്ങൾ വന്നാൽ തളരാതെ നിൽക്കാനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇങ്ങനെ പാടാൻ നമുക്ക് പറ്റും.